നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അരൂർ തുറവൂർ ദേശീയപാതയിലെ ഉയരപ്പാത നിർമ്മാണം മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അരൂർ തുറവൂർ ജനകീയ സമിതി നാളെ ജൂലൈ 30 ചൊവ്വാഴ്ച വൈകിട്ട് ദേശീയപാതയുടെ കിഴക്ക് വശത്ത് മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിഷേധം അറിയിക്കും. അരൂർ ബൈപ്പാസ് ജംഗ്ഷൻ മുതൽ തുറവൂർ കവല വരെ നീളുന്ന മനുഷ്യച്ചങ്ങലയിൽ ആയിരങ്ങൾ അണിചേരുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. അരൂർ തുറവൂർ ദേശീയപാതയിലെ ഉയരപ്പാത നിർമ്മാണം മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അരൂർ തുറവൂർ റോഡ് യൂസേഴ്സ് ജനകീയ സമിതി നാളെ ജൂലൈ 30 ചൊവ്വാഴ്ച വൈകിട്ട് ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്ത് മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിഷേധം അറിയിക്കും. അരൂർ ബൈപ്പാസ് ജംഗ്ഷൻ മുതൽ തുറവൂർ കവല വരെ നീളുന്ന മനുഷ്യച്ചങ്ങലയിൽ ആയിരങ്ങൾ അണിചേരുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. അശാസ്ത്രീയമായി നിർമ്മിക്കുന്നത് മൂലം ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇതിനെതിരെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ഒരുപാട് പേര് ഇന്ന് സമരം ചെയ്തു. പക്ഷെ ഇതുവരെ അതൊരു ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ പറ്റിയിട്ടില്ല. 1.5 വർഷമായിട്ട് വളരെ ദുരിത ജീവിതമാണ്. ഈ നാട് തോൽക്കാതിരിക്കാൻ കൈകോർക്കുകയാണ്. ചൊവ്വാഴ്ച വൈകിട്ട് 4:30 അരൂർ മുതൽ തുറവൂർ വരെ നാട് ഒരുമിച്ച് കൈകോർക്കുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും, കാരണം റെസിഡൻസ് അസോസിയേഷനുകൾ, ജനകീയ സമിതികൾ, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഒരുമിച്ച് ഞങ്ങളുടെ ജീവിതം സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൈകോർക്കുകയാണ്. അതിനുവേണ്ട അധികാരികൾ കണ്ണു തുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടും എൻ്റെ കണ്ണു നിറയുന്ന അനുഭവം എന്ന് പറയുന്നത് സെൻറ് മേരീസ് ചർച്ച് ചന്ദനൂർ പള്ളിയുടെ വാതിലിൽ കൂടിയാണ് ഇവിടുത്തെ സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്നത്, സൈക്കിളിന് പോകുന്നത്. അവരുടെ വീഴ്ചകളൊക്കെ കണ്ണു നിറഞ്ഞ് മനസ്സോടെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ അമ്മമാരും വന്നിട്ട് എന്നോട് പറയുന്നത്, അച്ഛാ, ഞങ്ങൾക്കിപ്പോൾ വലിയ ദുരന്തമാണ്, ദുഃഖമാണ്, ആകുലതയാണ്. ഞങ്ങളുടെ കുട്ടികൾ ക്ലാസ്സിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ അവരെപ്പോൾ എത്തുമെന്നും എപ്പോൾ തിരിച്ചു വരുമെന്നും അറിയാൻ പാടില്ല. ഒരിക്കലും ഒരു അമ്മ 8:30 വരെ പള്ളിമുറ്റത്ത് നിന്നു നടക്കുവാൻ പറ്റിയ ഒരു വഴിയും സഞ്ചരിക്കാൻ പറ്റിയ ഒരു റോഡും ഇത് ഞങ്ങളുടെ നാടിൻ്റെ അവകാശമാണ്. അതുപോലെ തന്നെ 30% ബിസിനസ് പോലും ഇല്ലാത്ത തകർന്നടിഞ്ഞ ഒരു വ്യാപാര മേഖലയാണ് ഇപ്പോൾ അരൂർ മുതൽ തുറവൂർ വരെ കാണാൻ സാധിക്കുന്നത്. എല്ലാം ഒരു ഫ്രെയിമുകൾ മാത്രമായിട്ടാണ് എല്ലാ സ്ഥാപനങ്ങളും. ഇപ്പം തന്നെ എല്ലാ തൊഴിലാളികളുടെയും കാര്യത്തിലും ഭയങ്കരമായ പിരിച്ചുവിടലുകൾ അനുഭവിക്കുന്നു, സാലറി കൊടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ജീവിതം എല്ലാ വ്യാപാര മേഖലകളിലുള്ള എല്ലാ വ്യക്തികളുടെയും ജീവിതം വളരെ ദുരിതപൂർണമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വഴിയാത്രക്കാർ, സാധാരണക്കാർ അവർ ദിനംപ്രതി തെന്നി വീഴുകയാണ്. ഇതിൽ മൂലമുണ്ടാവുന്ന ചെളിവെള്ളവും അഴുക്കും എല്ലാം റോഡിലൂടെ ഇട്ടുകൊണ്ട് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് ജനരോക്ഷം, ബഹുജന പ്രക്ഷോഭമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതിന് അധികാരികളുടെ കണ്ണു തുറക്കുക, സാധാരണ ജനങ്ങൾക്ക് ഒരു പൗരന്റെ മൗലിക അവകാശം എന്നുള്ള രീതിയിൽ സഞ്ചാരയോഗ്യമായ റോഡ് സുഗമമായി സഞ്ചരിക്കാനുള്ള ഒരു അവകാശം നടപ്പിലാക്കി തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. ഈ 1.5 വർഷക്കാലം കൊണ്ട് 26 ജീവനുകളാണ് ഇതിലൂടെ മരണപ്പെട്ടു പോയിരിക്കുന്നത്. വൈകിട്ട് 4:30 മുതൽ 4:40 വരെയാണ് മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കപ്പെടുന്നത്. ആദ്യമായാണ് ഒരു ജനകീയ സമിതി സംസ്ഥാനത്ത് മനുഷ്യച്ചങ്ങല ഒരുക്കുന്നത് എന്നറിയുന്നു. മുൻകാലങ്ങളിൽ രാഷ്ട്രീയ സംഘടനകളാണ് ഇത്തരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം പാതയോരങ്ങളിൽ പോസ്റ്ററുകളും ബാനറുകളും പതിച്ചു കഴിഞ്ഞു. വിപുലമായ ഒരുക്കങ്ങളാണ് മനുഷ്യച്ചങ്ങലയ്ക്ക് നടത്തിയിട്ടുള്ളത്. അരൂരിലെയും ചന്തിരൂരിലെയും ജനകീയ സമിതി അംഗങ്ങൾ, സംയുക്ത റെസിഡൻസ് അസോസിയേഷനുകൾ, വ്യാപാരി വ്യവസായ സംഘടനകൾ, മത സാമുദായിക സാംസ്കാരിക സംഘടനകൾ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ, മത്സ്യ സംസ്കരണ വ്യവസായശാലകളിലെ ജീവനക്കാരും മാനേജ്മെൻറ്റും, അരൂരിലെ വിവിധ തൊഴിൽശാലകളിൽ പണിയെടുക്കുന്ന സ്ത്രീകളടക്കമുള്ള തൊഴിലാളികൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങി ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമില്ലാതെ ഒട്ടേറെ ജനങ്ങൾ ചങ്ങലയിൽ അണിചേരുമെന്ന് സംഘാടകർ കരുതുന്നു. കാറ്റും മഴയുമുള്ള ഇപ്പോഴത്തെ പ്രതികൂല കാലാവസ്ഥയിൽ ചങ്ങലയിൽ കണ്ണികളാകാൻ ജനങ്ങൾ എത്തുമോ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ അരൂർ തുറവൂർ റോഡ് യൂസേഴ്സ് ജനകീയ സമിതിയുടെ ചെയർമാനായ JR അജിത്തിന് പറയാനുള്ളൂ. ഇത് ജനങ്ങളുടെ പ്രതിഷേധമാണ്. അരൂരിലെ ജനങ്ങളെ എല്ലാവരെയും ബാധിക്കുന്ന സങ്കീർണമായ പ്രശ്നത്തിനെതിരെയുള്ള പ്രതിഷേധമാണ്. അധികാരികളുടെ കണ്ണു തുറപ്പിക്കലാണ് ലക്ഷ്യം. ലാഭം മാത്രം കണക്കാക്കി വികസന പ്രവർത്തനത്തിൻ്റെ മറവിൽ ജനങ്ങളെ ഒന്നാകെ ദുരിതത്തിലാക്കിയ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ദുരവസ്ഥയ്ക്കും പിടിപ്പുകേടിനും ദീർഘവീക്ഷണ ഇല്ലായ്മയ്ക്കുമെതിരെ
ജനങ്ങൾ നടത്തുന്ന പ്രതിഷേധമാണ്. ജനങ്ങളുടെ സങ്കടങ്ങളാണ് മനുഷ്യച്ചങ്ങലയിൽ പ്രതിഫലിക്കുക. അതുകൊണ്ട് തന്നെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും പൊടിപടലങ്ങളാണെങ്കിലും അരൂർ മുതൽ തുറവൂർ വരെയുള്ള ജനങ്ങൾ നാളെ കൃത്യം 4:30 മണിക്ക് പ്രതിഷേധത്തിൻ്റെ മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ ആത്മാർത്ഥതയോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് JR അജിത്ത് സൂചിപ്പിച്ചത്. ഈ റോഡ് ഉപയോഗിക്കുന്ന എല്ലാ ജനങ്ങൾക്കും കാൽനടക്കാർ ഉൾപ്പെടെ സുരക്ഷിതത്വമായിട്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരപരിപാടികളോട് മുന്നോട്ട് വരുന്നത്. നാളെ 30-ാം തീയതി വൈകിട്ട് 4:30 മുതൽ 4:40 വരെയുള്ള ഈ മനുഷ്യച്ചങ്ങലയിൽ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നുള്ള എല്ലാവരും അണിനിരക്കണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. 25ഓളം മനുഷ്യജീവനുകൾ ഇതിനകം പൊലിഞ്ഞു കഴിഞ്ഞു. നിരവധി പേർ അപകടത്തിൽപ്പെട്ടു. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി. നിരവധി കാൽനടക്കാർക്ക് വീണ് പരിക്ക് പറ്റി. നിരവധി കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി. നിരവധി കച്ചവട സ്ഥാപനങ്ങളും വഴിവാണിഭക്കാരും ചെറുകിട ഹോട്ടലുകളും പൂട്ടിപ്പോയി. കുട്ടികൾക്ക് യഥാസമയം വിദ്യാലയങ്ങളിൽ എത്താനാവുന്നില്ല. ഈ ഭാഗത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടം നടക്കുന്നില്ല. അരൂരിൻ്റെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി തന്നെ അട്ടിമറിക്കുന്ന തരത്തിലായിപ്പോയി ഉയരപ്പാത നിർമ്മാണം. ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തും വരെ ജനകീയ സമിതി പ്രക്ഷോഭം നയിച്ചിരിക്കും. പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെ തലപ്പത്തുള്ള പലരും മനുഷ്യച്ചങ്ങലയ്ക്ക് പിന്തുണ അർപ്പിച്ചു കഴിഞ്ഞു. ആലപ്പുഴ MP KC വേണുഗോപാൽ, അരൂർ സ്വദേശിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ CB ചന്ദ്രബാബു, അരൂർ MLA ദലീമ ജോജോ, ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തു രമേശൻ, അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി, മുൻ പ്രസിഡന്റ് CK പുഷ്പൻ, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ഉമേശൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് അസീസ് പായിക്കാട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാവ് PK ഫസലുദ്ദീൻ, മുൻ അരൂർ MLA ഷാനിമോൾ ഉസ്മാൻ, മറ്റ് സാമുദായിക സാംസ്കാരിക പ്രവർത്തകർ എല്ലാവരും പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അവരെല്ലാവരും മനുഷ്യച്ചങ്ങലയിൽ അണിചേരുമെന്ന് അറിയിച്ചു കഴിഞ്ഞു. മനുഷ്യച്ചങ്ങല സംഘാടനം സംബന്ധിച്ച് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അരൂർ തുറവൂർ റോഡ് യൂസേഴ്സ് ജനകീയ സമിതിയുടെ ചെയർമാൻ JR അജിത്ത്, ഫാദർ ജോസഫ് കറുത്തേടത്ത്, സെക്രട്ടറി സനീഷ് പായിക്കാട്, ജിസ് കിഴക്കേൽ, സിയാദ്, AK അരുൺകുമാർ, വിൻസെൻ്റ്, ബെന്നി, KA സലിം, ഷിഹാബ്, സലിം എന്നിവർ സംബന്ധിച്ചു. ശക്തമായ കാറ്റും മഴയും അവഗണിച്ച് ജനങ്ങളുടെ ദുരിതങ്ങൾക്കെതിരെയുള്ള മനുഷ്യച്ചങ്ങലയ്ക്ക് അരൂർ വിഷൻ ന്യൂസ് ചാനലിൻ്റെ അഭിവാദ്യങ്ങൾ. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.